ISROയുടെ സുപ്രധാന ദൗത്യങ്ങളിലൊന്നായ സ്പേഡെസ്ക് വിക്ഷേപണം വിജയകരമായിരിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV-660 സ്പേഡെസ്ക് ദൗത്യവുമായി കുതിച്ചുപൊങ്ങി. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ, ടാർഗറ്റ് ഉപഗ്രഹങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. വിക്ഷേപണത്തിന് 15 മിനിറ്റിന് ശേഷം ഇരു ഉപഗ്രഹങ്ങളും വിജയകരമായി ബഹിരാകാശത്ത് വിന്യസിപ്പിക്കാൻ ദൗത്യത്തിലൂടെ സാധിച്ചു. ഭൂമിയിൽ നിന്ന് 470 കിലോമീറ്റർ അകലെ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹങ്ങൾ എത്തിച്ചത്. ഉപഗ്രഹങ്ങൾ തമ്മിൽ 20 കിലോമീറ്ററോളം അകലമാണ് തുടക്കത്തിലുള്ളത്. ഇതുവരെയുള്ള ദൗത്യത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നിരുന്നു. നേരത്തെ ഭൂമിക്ക് മുകളിലുള്ള അതേ ഭ്രമണപഥത്തിലെ മറ്റു ഉപഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കാതിരിക്കാൻ വിക്ഷേപണം 2 മിനിറ്റ് വൈകിയിരുന്നു. ടാർഗറ്റ്, ചേസർ എന്നിവയ്ക്ക് പുറമെ വിക്ഷേപണ വാഹനത്തിൽ 24 പരീക്ഷണ ഉപഗ്രഹങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ ISRO ചെയർമാൻ സോംനാഥ് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. 2 ബഹിരാകാശ പേടകങ്ങളും അടുത്ത 10 ദിവസത്തിനുള്ളിൽ, അതായത് ജനുവരി 7-നുള്ളിൽ ബഹിരാകാശത്ത് ഡോക്കിംഗ് കൈവരിക്കാനായി ISRO പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാം വിജയകരമായി നടന്നാൽ ഇന്ത്യ ബഹിരാകാശ രംഗത്ത് ചാർത്തിക്കിടക്കുന്ന മറ്റൊരു പൊൻതൂവലായി ഈ നേട്ടവും മാറുമെന്ന് ഉറപ്പാണ്. ഭാവിയിലെ ചാന്ദ്രപര്യവേഷണങ്ങളും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാവി ദൗത്യങ്ങൾക്കുള്ള നിർണായക ശേഷിയായ നൂതനമായ ഇൻ സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ പ്രദർശിപ്പിക്കാനാണ് ദൗത്യത്തിലൂടെ ISRO ലക്ഷ്യമിടുന്നത്. 2 ബഹിരാകാശ പേടകങ്ങളായ ചേസർ, ടാർഗറ്റ് എന്നിവയ്ക്കിടയിൽ ചെറിയ ആപേക്ഷിക വേഗതയിൽ താഴ്ന്ന ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് വിന്യസിപ്പിക്കാനായി സജ്ജീകരിച്ചിരിക്കുന്നു. ഈ 2 ഉപഗ്രഹങ്ങളും ബഹിരാകാശത്ത് വെച്ച് ഒന്നുചേരുകയാണ് ചെയ്യുന്നത്. ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഇവ നൽകുന്ന വിവരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. കൂടാതെ ഡോക്കിംഗിൽ ഇന്ത്യയുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പ് കൂടിയാണിത്.